First of all, warmly welcome to Ken's Padadina Group State of Qatar. Let me introduce myself. I am Safar Said, the HR manager of Ken's Padadina Group. അപ്പോൾ ഇന്നത്തെ യാത്രയിലെ കഴിഞ്ഞ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒഫീഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ നാട്ടിൽ ഗ്രീൻ ജോബ്സ് അസോസിയേറ്റഡ് ആയിട്ട് ഇന്റർവ്യൂ എങ്ങനെ ഇന്റർവ്യൂ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിന്റെ ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം നിങ്ങൾ ഫസ്റ്റ് ടൈമിലായിട്ട് ആകെ GCC ഫസ്റ്റ് ടൈം ഉണ്ടാവും ഫസ്റ്റ് ടൈം വളരെ എക്സ്പീരിയൻസ് നമുക്കറിയാം സ്റ്റേറ്റ് ഓഫ് ഖത്തറിലെ ഏറ്റവും നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് കെൻസ് പടത്തിന് അതിലേക്കാണ് നിങ്ങളുടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ കമ്പനിയെ കുറിച്ച് ജസ്റ്റ് ഒരു പ്രൊഫൈൽ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ 5-10 മിനിറ്റ് അതിന്റെ ട്രെയിനിങ് കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിന്റെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ സോ കെൻസ് പടന ഗ്രൂപ്പ് നമുക്കറിയാം കോഴിക്കോടിലെ നാദാപുരത്തിലെ റീഫ് സാറിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് സ്ഥാപനമാണ് കെൻസ് പലചന. നമ്മൾ കെൻസ് എന്നുള്ള പേര് നിങ്ങൾ പലതരത്തിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? കെൻസ് ഗ്രൂപ്പ് സൗദിയിൽ കെൻസ് ആയ സോ കെൻസ് പലതിന എന്നതാണ് നമ്മുടെ ഒഫീഷ്യൽ നെയിം. നമ്മുടെ കമ്പനിയുടെ ഒഫീഷ്യൽ നെയിം കെൻസ് പലതിന. നമ്മുടെ ഓപ്പറേഷൻ മാനേജർ വരുന്നത് നമ്മുടെ മിസ്റ്റർ ജോർജ് സാറാണ്. അദ്ദേഹമാണ് ഓപ്പറേഷൻസ് ആയിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത്. നമ്മുടെ മാനേജർ ആയിട്ടുള്ള ഷെഫീഖ് സാറാണ്. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹത്താണ് നമ്മുടെ ഒഫീഷ്യൽ മാനേജ്മെന്റ് മാനേജർ ആയിട്ട്. സോ ഇനി ബ്രാഞ്ചിനെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത് ഓൾഡ് എയർപോർട്ടിലാണ്. നമ്മുടെ ബ്രാഞ്ചിന്റെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ബിസിനസ് ഉള്ള ബ്രാഞ്ചാണ് ഓൾഡ് എയർപോർട്ട്. സെക്കൻഡ് ബ്രാഞ്ച് ആണ് നമ്മൾ കർത്തിയാത്ത് എന്ന് പറയും. ഏകദേശം ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ 30 മിനിറ്റ്സ് ട്രാവൽ ഉണ്ടാവും. അവിടെ സെക്കൻഡ് ബ്രാഞ്ച് ഉണ്ട്. ദെൻ മൂന്നാമത് നമ്മുടെ ഈ ബ്രാഞ്ച് അഡ്മിനിസ്ട്രേഷൻ അൽ തുമാമ. അപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്ന ബ്രാഞ്ചിന്റെ സ്ഥലം അൽ തുമാമ. സോ 3 ബ്രാഞ്ചുകളാണ് നിലവിൽ നമുക്ക് സ്റ്റേറ്റ് ഓഫ് ഖത്തറിലുള്ള 3 നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഏകദേശം 150ഓളം സ്റ്റാഫുകളുണ്ട്. ഇന്ത്യ, ശ്രീലങ്ക, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ സ്ഥലങ്ങളിലൊക്കെ സ്റ്റാഫുകൾ നമ്മുടെ ഇതിലുണ്ട്. നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറയാൻ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് സൂപ്പർ മാർക്കറ്റ് സെക്ഷൻ ഉണ്ട്. അതിൽ ചോക്ലേറ്റ് സെക്ഷൻ, വെജിറ്റബിൾ, ഫ്രോസൺ, നോൺ ഫ്രോസൺ ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ കേഷ്യർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. പിന്നെ ഡാറ്റ എൻട്രി, അക്കൗണ്ട്സ്, ഇൻവെന്ററി, HR അതല്ലാത്ത ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സൈസിൽ വരുന്ന കാര്യം. ഓക്കെ സോ നിങ്ങൾക്ക് ഇപ്പോൾ 3 ബ്രാഞ്ചിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ കൺഫേം ചെയ്ത് തരാം നിങ്ങൾക്ക് ഏതൊക്കെ ലിസ്റ്റിലേക്കാണ് ഉള്ളത്, ഏതൊക്കെ ബ്രാഞ്ചിലേക്കാണ് ഡ്യൂട്ടി കാര്യങ്ങൾ വരാം. പിന്നെ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഗ്രീൻ ജോബ്സ് മെൻഷൻ ചെയ്തപ്പോൾ സാലറി അറിയാം. ആ സാലറി കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ആയിട്ട് കിട്ടും. ദെൻ 12 hours ആയിരിക്കും ഡ്യൂട്ടി. 12 hours ഓക്കെ. അതിൽ 1 hour ബ്രേക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 1 hour ബ്രേക്ക് നിങ്ങൾക്ക് അത് ഫുഡിന്റെ അത് നിങ്ങൾ 30 പൈസ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ 1 hour ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അത് നിങ്ങൾ സെക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് അവർ പ്രൊവൈഡ് ചെയ്യണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ മന്ത്ലി 1 ലീവാണ്. അത് മന്ത്ലി പെർട്ടിക്കുലർ ആയിട്ട് മന്ത്ലി എല്ലാ 1-ാം തീയതിയോ 2-ാം തീയതിയോ അങ്ങനത്തെ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. അത് മാനേജ്മെന്റ് ഡിസിഷൻ ചെയ്തിട്ട് നിങ്ങൾ മന്ത്ലി ഒരു ലീവ് അലോഡ് ചെയ്യും. അത് നിങ്ങൾ ലീവ് എടുക്കാൻ പറ്റും. ഇതാണ് കമ്പനിയുടെ നോർമൽ ആയിട്ട്. അക്കോമഡേഷൻ ഷെയർഡ് അക്കോമഡേഷൻ ബാച്ചിലേഴ്സ് ആണ്. നമ്മൾ ഷെയർ ആയിട്ട് അക്കോമഡേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുക. ഫുഡ് നിങ്ങൾക്ക് 3 ടൈംസ് പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, പിന്നെ ഈവനിങ് സ്നാക്സ് 4 ടൈം ഓൾമോസ്റ്റ് ഉണ്ടാവും. പിന്നെ ഷിഫ്റ്റിംഗ് ഇവിടെ 2 തരം ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. ഒന്ന് സ്ട്രേറ്റ് ഷിഫ്റ്റ്, ഒന്ന് ബ്രോക്കൺ. ബ്രോക്കൺ ആണെങ്കിൽ നമ്മൾ ഒഫീഷ്യൽ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മണിക്കാണ്. 8 മണി to 1 മണി. ദെൻ ആ പേര് 6 മണിക്ക് വരും. 6 മണിക്ക് വന്നിട്ട് 1 മണിക്കാണ് ക്ലോസിംഗ് വരുന്നത്. ഓക്കെ ഇനി സ്ട്രേറ്റ് ഷിഫ്റ്റിൽ ആരാണെങ്കിൽ 1 to 1 1 മണി മുതൽ രാത്രി 1 മണി വരെയാണ് ഒരു ഷിഫ്റ്റിംഗ് വരുന്നത്. കാരണം ഈ 2 ഷിഫ്റ്റാണ് നമുക്ക് നിലവിൽ. റമദാൻ മാസം ആകുമ്പോൾ നമുക്ക് എന്താക്കും 1 മണി എന്നുള്ളത് 2 മണിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ നൈറ്റ് ഷിഫ്റ്റ് ഈ പറഞ്ഞ ഡ്യൂട്ടിയിലുള്ള ആൾക്കാർക്ക് നമ്മൾ എന്താണ് ഇവിടെ തന്നെ ഫുഡ് അലോഡ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മുടെ സെക്ഷനിൽ നോമ്പ് തുറക്കാൻ സൗകര്യം. അല്ലാത്തവർക്ക് നമ്മൾ അക്കോമഡേഷൻ ബേസ് ആയിട്ട് അവിടെ നോമ്പ് തുറക്കാൻ സൗകര്യം കാര്യങ്ങളുണ്ടാവും. പിന്നെ സെക്ഷൻ ബേസ് ആയിട്ട് നിങ്ങൾക്ക് യൂണിഫോം കാര്യങ്ങളും അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് യൂണിഫോം കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ദെൻ ഫസ്റ്റ് 1 മന്ത് പറയുന്നത് നിങ്ങൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള മന്താണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പെർഫോം ചെയ്യണം. മിനിമം 3 മാസമാണ് പ്രൊബേഷൻ പീരീഡ്.
പ്രൊബേഷൻ പീരീഡ് അറിയാം 3 മാസമാണ്, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രൊബേഷൻ പീരീഡ് 3. പക്ഷേ ഈ 1 മന്ത് ആണ് നിങ്ങൾ ഫസ്റ്റ് പെർഫോമൻസ് പീരീഡ് പറയും. ആ പെർഫോമൻസ് പീരീഡ് നിങ്ങൾ എന്താക്കുന്നത്, പെർഫോം ചെയ്യും. ആ പെർഫോം ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങളെ എക്കണോമിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾ ഖത്തർ QVC കഴിഞ്ഞ വന്നതാണ്, പക്ഷെ നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു ഇവിടെ മെഡിക്കൽ എടുക്കണം മിനിമം 1 മന്ത് പെർഫോമൻസ് ബേസിലായിട്ട് ചെയ്യും. ഓക്കെ, ദെൻ കം ടു ദ മെഡിക്കൽ സൈഡ്. അടുത്ത വർഷം നിങ്ങൾക്ക് മെഡിക്കൽ സൈഡിൽ 1 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ മെഡിക്കൽ കാര്യങ്ങൾ ഉണ്ടാകും, എന്നിട്ടാണ് കൺഫേം ചെയ്യുക. അതുവരെ നിങ്ങൾ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നമ്മൾ ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യവും ശ്രദ്ധിക്കാൻ പറയും. പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിലായിരിക്കും, അതിൻ്റെ കൂടെ വിസ കാണിച്ചിരുന്നില്ല. ഇൻ കേസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ പാസ്പോർട്ടോ വിസയുടെ കൂട്ട് കയ്യിൽ വെക്കണം. ഓക്കെ, 1 മാസം കഴിയുമ്പോൾ നമ്മൾ വിസ ആയിരിക്കും. പക്ഷേ എൻ്റെ കേസ് നോക്കുകയാണ് പാസ്പോർട്ട് മസ്റ്റ്. പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്, ഞങ്ങൾ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ അത് കൃത്യമായി സൂക്ഷിക്കാം. പിന്നെ നാട്ടിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അത്രയാൽ മാറിക്കൊണ്ടെന്ന് പറയും ചേഞ്ച് ചെയ്താൽ ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ അക്കോമഡേഷൻ നമ്മൾ വെച്ചാൽ ക്ലീൻ പെർഫെക്റ്റ് ആയിട്ട് സൂക്ഷിക്കണം. അതെല്ലാം ഷെയർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളോടായിട്ടുള്ള മലയാളികൾ കൂടി തന്നെ ഉദ്ദേശം. സെക്ഷൻ 4 അതിലെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫോണും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും അവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതിന് ഫോർമാറ്റ് ഉണ്ടാവും, ആ ഫോർമാറ്റ് സൈൻ ചെയ്യണം. അപ്പോൾ അതിനുള്ള നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി നിങ്ങളായിട്ടുള്ള ആ ഫോണ് പോകുന്നവരെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. നിങ്ങൾ പീരീഡ് പറഞ്ഞത് 2 വർഷമാണ് കോൺട്രാക്ട്. സോ 2 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ലീവും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പോകേണ്ടി വന്നാൽ അത് പറഞ്ഞ പോലെ എല്ലാ പേയ്മെന്റ് കാര്യങ്ങളും നിങ്ങൾ സൈൻ ചെയ്യും. ഇൻ കേസ് എമർജൻസി കാര്യങ്ങൾ